സ്തോത്രം. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിനെ ഏൽപ്പിച്ചൊരു ദൈവിക സന്ദേശത്തിലേക്ക് പോവുകയാണ്. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി, നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യം സുപരിചിതമാണെങ്കിലും പ്രസംഗം സുപരിചിതം അല്ലായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷിയാകും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒന്നൊന്ന് കയ്യിലൊന്ന് മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകും. രണ്ട് പദങ്ങളാണ് എനിക്ക് അതിനകത്തുനിന്ന് എടുത്ത് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവം ഇറങ്ങുമ്പോൾ ഒന്ന് ബലഹീനതയിൽ ഈ ശക്തി തികഞ്ഞു വരും. രണ്ട്, സാക്ഷിയാക്കും. ഒന്ന്, ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മശക്തി, പരിശുദ്ധാത്മാവ്. ഇത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ബലമുള്ള ഏരിയകളുണ്ട്, ബലമുള്ള ഏരിയകൾ നമ്മൾ ബലഹീന വശങ്ങൾ പൊതുവേ നമ്മൾ ആരെയും കാണിച്ചിട്ടില്ലാത്ത, ആരെങ്കിലും കാണിച്ചാൽ കിട്ടുന്ന ബഹുമാനം പോകാൻ സാധ്യതയുള്ള, ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ലാത്ത ആ ഏരിയയുടെ മേൽ ഈ ശക്തി വ്യാപരിച്ച് നിങ്ങളെ ബലമുള്ളതാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട്, ഒരാമേൻ പറയും. ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുമ്പോൾ, ദൈവാത്മാവിൻ്റെ ചലനം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, കർത്താവേ, ഇന്ന വശത്തേക്ക്, ഇന്ന ഭാഗത്തേക്ക് എനിക്ക് അങ്ങയുടെ അമിതമായ ബലം ആവശ്യമാണ്, ഇന്ന ഭാഗത്തേക്ക് അങ്ങയുടെ അമിതമായ ശക്തി എനിക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ ആത്മാവേ, എനിക്കത് തരണമേ. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ആത്മാർത്ഥമായിട്ട്, ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് പറയുന്ന ചിലടമേൽ അങ്ങനത്തെ ആത്മശക്തിയുടെ എന്താ പറയുക, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അവൻ്റെ ശക്തി ചിലടമേൽ ഇറങ്ങി വരും. ഞാൻ പറഞ്ഞത്, അവൻ്റെ ശക്തി ചിലടമേൽ ഇറങ്ങി വരും. ബലഹീന വശങ്ങളെ ബലമുള്ളതാക്കാൻ അവൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും ചിലടമേൽ ഇറങ്ങി വരും. പഴയ നിയമത്തിൽ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയ്ക്ക് ഒരു ബലഹീന വശമുണ്ട്. തൻ്റെ നാവ് തനിക്കൊരു ബലഹീന വശമായി കിടക്കുകയാണ്. തന്നെക്കാൾ വാക്സാമർത്ഥ്യത്തിൽ സംസാരിക്കുവാനും കഴിവുള്ള അഹരോനെ അയക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതി മിടുക്കന്മാരെ ഉപയോഗിക്കുന്ന പദ്ധതിയല്ല, തകർന്നുടഞ്ഞതിനെ പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയുള്ളതിനെ ഉപയോഗിക്കുന്നതാണ് മഹത്വം ദൈവത്തിന് കിട്ടാൻ സാധ്യതയുള്ളതും ചാൻസ് ഉള്ളതും. അങ്ങനെയുള്ളതിനെ ദൈവം കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇന്ന് രാത്രിയിലും ഉടഞ്ഞവരെന്നെ കേൾക്കുന്നെങ്കിൽ, തകർന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ സാധ്യതകൾ മങ്ങിപ്പോയിട്ടില്ല. ഇന്ന് രാത്രിയിലും അവൻ്റെ അമിതബലം അവൻ തന്ന്, ഉയരത്തിൽ നിന്നുള്ള അമിതബലം തന്ന് ഇന്ന് രാത്രിയിലും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സഭയെയും ശുശ്രൂഷകളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് കരമടിച്ച് ഈ ഉപവാസത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ കർത്താവിനോട് പറയുന്നു, ചിലടമേൽ അമിതമായ ശക്തി കർത്താവ്, നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. ബലഹീന വശങ്ങളുടെ മേൽ ഈ ശക്തി തികഞ്ഞു വരും. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യവൃന്ദത്തെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി യെരൂശലേമിൽ തങ്ങണം, അവിടെ പാർക്കണം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ അവിടെ തന്നെ തങ്ങണം. എനിക്ക് കർത്താവിനോട് തിരിച്ചൊരു സംശയം ചോദിക്കാനുണ്ട്. കർത്താവെ, എവർക്കെന്തോ ഉയരത്തിൽ നിന്നുള്ള ശക്തിയുടെ ആവശ്യം? ശക്തി ഇല്ലാതെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തതില്ലയോ? പത്രോസിനെ ഉദാഹരണത്തിൽ നിർത്തിയാൽ വെള്ളത്തിൻ്റെ മീതെ നടന്നതില്ലയോ?
പറഞ്ഞതല്ലയോ? വെളിപ്പാട് പറഞ്ഞതല്ലയോ? യേശുവിനെ കുറിച്ച് എല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അങ്ങോട്ട് വെളിപ്പാട് പറഞ്ഞ ആളല്ലേ? കർത്താവേ, അത്ഭുതങ്ങളുടെ അപ്പക്കൊട്ട എടുത്തോണ്ട് പോയ ആളല്ലയോ? ഇത്രയും സ്ട്രോങ് ആയ ഒരു മനുഷ്യനെ ശക്തിക്ക് മാറ്റിയിരുത്തുന്നു. വെളിപ്പാട് പറഞ്ഞ, അത്ഭുതങ്ങൾ കാണിച്ച, വെള്ളത്തിന്റെ മീതെ നടന്ന, തന്റെ ശുശ്രൂഷ സമയത്ത് മുകളിൽ നിന്ന് സാത്താൻ വീഴുന്നത് കണ്ണുകൊണ്ട് കണ്ട ഇദ്ദേഹത്തിന് ശക്തിയുടെ ആവശ്യമുണ്ട്. ശക്തിയില്ല ഇതൊക്കെ നടക്കുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇടപെട്ടത്, എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു ദൂതുവായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ അവന്റെ സ്ട്രോങ് ഏറിയാണ്. കർത്താവിനും അവനും മാത്രം അറിയാവുന്ന ഒരു ബലഹീന വശം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വെളിപ്പെടുന്നത് അത്ഭുതം കാണിക്കുമ്പോഴല്ല, അത് വെളിപ്പെടുന്നത് തീ കായുമ്പോഴാണ്. അത് വെളിപ്പെടുന്നത് നടുമുറ്റം കാണുമ്പോഴാണ്. അത് വെളിപ്പെടുന്നത് അരമന മുറ്റം കാണുമ്പോഴാണ്. അത് വെളിപ്പെടുന്നത് പട്ടാളത്തെ കാണുമ്പോഴാണ്. അത് വെളിപ്പെടുന്നത് ചോദ്യവുമായി ആള് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ആ ബലഹീന വശത്ത് ശക്തി വ്യാപരിക്കാതെ മറു സൈഡിൽ എന്തോ കാണിച്ചാലും ദൈവത്തിന് തൃപ്തിയില്ല. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയാൻ പറയുന്നു, ആ ബലഹീന വശത്ത് ശക്തി വ്യാപരിക്കാത്തിടത്തോളം കാലം മറ്റ് സൈഡ് കൊണ്ട് എത്ര സ്ട്രോങ് ആണേലും കാര്യമില്ല. ഇതിനകത്ത് ഇരിക്കുന്ന നമ്മളെ ഒറ്റ നോട്ടത്തിൽ കണ്ട കയ്യടിക്കും, ആരാധിക്കും, അന്യഭാഷ പറയൂ, എല്ലാ മേഖലയിലും സ്ട്രോങ് ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ ദൈവത്തിന് നിനക്കും മാത്രം അറിയാവുന്ന ഒത്തിരി രഹസ്യ ഇടപാടുകളും ബലഹീന വശങ്ങളും ഉണ്ട്. ഇന്ന് രാത്രി സമ്മതിക്കാൻ തയ്യാറാകുന്നവരുടെ മേൽ അമിതമായ ശക്തി തന്ന്, ഉയരത്തീന്ന് ശക്തി തന്ന് ഇന്ന് രാത്രി ചിലതിനെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നോടുള്ള ദൈവാലോചനകളിലേക്ക് നിന്നെ വിടാതെ പിടിക്കുന്ന നടുമുറ്റങ്ങൾ, നിന്നെ വിടാതെ പിടിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, സംഭവങ്ങൾ കർത്താവിനോട് പറയുന്നു, ഇന്ന് രാത്രി അതിന്റെ തായ്വേരും മുറിഞ്ഞു മാറണം. നിന്നെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറ്റാതെ വേണം. അയ്യോ, പറഞ്ഞ പ്രവാചകന് തെറ്റിയതല്ല, അവർ കൃത്യമായി പ്രവചിച്ചത്. നിന്നെ ആ ദൂതിലേക്ക് പോകാതെ വേണം. മുറുക്കി വാരിഞ്ഞ് പിടിച്ചിരിക്കുന്ന ദുർഭൂത ശക്തികൾ, നിന്റെ പരാജയത്തെ ഘോഷിക്കുന്ന ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, അതിന്റെ സകല സൈന്യത്തെ നോക്കി നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി കർത്താവിനോട് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ മേഖലയുടെ മേൽ അങ്ങയുടെ അമിതമായ ശക്തി എനിക്ക് ആവശ്യമാണ്. അങ്ങനെ പറയുന്ന ചലനമേൽ ഇന്ന് രാത്രി അവന്റെ ശക്തി പകരുന്നു. അയ്യോ, അപ്പക്കൊട്ട നിറച്ചെടുത്തതും അത്ഭുതം കാണിച്ചതും വെള്ളത്തിന്റെ മീതെ നടന്നതും, ഓ സ്തോത്രം, വെളിപ്പാടുകൾ പറഞ്ഞതും എല്ലാം സത്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പത്രോസിനെ അല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. നടുമുറ്റത്ത് തീ കായുമ്പോ എഴുന്നേറ്റ് നിന്ന് നെഞ്ചത്തടിച്ചിട്ട് പറയണം, നിങ്ങൾ ക്രൂശിച്ചവനെ, അവനെയാ ഞാൻ പ്രസംഗിക്കുന്നത്, അവന്റെ കൂടെ ഉള്ള ആളാ ഞാനെന്ന് പറയുന്ന ധൈര്യം. നീ ആ കൂട്ടത്തിലുള്ളവനാണോ എന്ന് ചോദിക്കുമ്പോ എനിക്കവനെ അറിയത്തില്ല. പ്രാഗി അലച്ചോണ്ട് ഇറങ്ങി പോകുന്ന പത്രോസിനെ അല്ല ദൈവത്തിന് വേണ്ടത്. അവന്റെ സ്വപ്നത്തിലെ ആൾ അതല്ല. അയ്യോ, നിങ്ങൾ ക്രൂശിച്ചവനെ ഞാൻ പ്രസംഗിക്കാൻ പോവാണെന്ന് പറയുന്ന ക്രമത്തിൽ എഴുന്നേൽക്കുന്ന എന്നോട് കർത്താവ് പറയുന്നു, ചിലതിനെ തോൽവികളുടെ നടുമുറ്റങ്ങളിൽ നിന്ന് നിയോഗങ്ങളുടെ മാളിക മുറികളിലേക്ക് ഈ രാത്രി ചിലതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. നിരന്തരം തോൽവികളുടെ നടുമുറ്റങ്ങളിൽ നിന്ന് കർത്താവ് ചിലതിനെ നിയോഗങ്ങളുടെ അരമന മുറ്റങ്ങളിലാ, നിയോഗങ്ങളുടെ മാളിക മുറികളിലേക്ക് ചിലതിനെ കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവിനോട് പറയുന്നു, ചിലതിനെ എടുത്തു മാറ്റുന്നു. നിന്റെ പരാജയത്തെ ഘോഷിക്കുന്ന സാത്താനിക വ്യൂഹങ്ങൾക്ക് നേരെ കർത്താവ് നിന്നെ തിരിച്ചെഴുന്നേൽപ്പിച്ച് നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് വിശ്വസിക്കുന്നവർ, ഇത് സമ്മതിക്കുന്നവർ ഉണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ.
ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ജനമേൽ അമിതമായ ബലത്തെ കർത്താവ് പകരുന്നു, അമിതമായ ശക്തിയെ പകരുന്നു, അമിതമായ ശക്തിയെ പകരുന്നു. കർത്താവ് പറയുന്നു, ഈ രാത്രി ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാണ്. ഇരുത്തി തോൽപ്പിച്ച മേഖലകളുടെ മേൽ കർത്താവ് തിരിച്ചെഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാണ്. ഇതിനകത്ത് ചില കുടുംബങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാണ്. ചില ശുശ്രൂഷകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാണ്. അയ്യോ, സാത്താനിക സാമ്രാജ്യങ്ങളെ മുഴുവൻ നാണിപ്പിക്കുന്ന അതിന്റെ ആയുധങ്ങളെ തല താഴ്ത്തുന്ന പോലെ അസാധാരണ രീതിയിൽ ഇതിനകത്ത് ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രി കർത്താവിനോട് പറയുന്നു, നിരന്തരം തോറ്റോണ്ടിരിക്കുന്ന അരമന മുറ്റങ്ങൾ വിട്ട് ചില നിയോഗമുള്ളതിനെ മാളിക മുറിക്കകത്തേക്കിട്ട് തീ പകർന്ന് 1-ാം നൂറ്റാണ്ടിന്റെ അഭിഷക്തനാക്കി പുറത്തെടുക്കുന്ന പരിപാടിയാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇത് ഈ ദൂതിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. എനിക്കത് ആവശ്യമാണ് കർത്താവേ, എനിക്കത് ആവശ്യമാണ്. ചിലതിന് മുമ്പിൽ തോൽക്കുകയാണ്, അതിനുമേൽ അങ്ങയുടെ ഉയരത്തിൽ ശക്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ശക്തി വേണം. ശക്തി വരുമ്പോ ബലഹീനമായതിനെ കർത്താവ് ബലമുള്ളതാക്കി മാറ്റും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഓ സ്തോത്രം. എന്നെ ശക്തൻ ആ ക്രമത്തിന് ചിലതിനെ തിരിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തും. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ തിരിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തും. നിരന്തരമായി തോപ്പിച്ച സാത്താന്റെ മേഖലകൾക്ക് എതിരെ, ഞാൻ പറയുന്നത് എതിരെ ഇന്ന് രാത്രി കർത്താവ് ചിലതിനെ എതിരെ വെച്ച് നിർത്തുന്നു. കർത്താവേ, എനിക്കത് ആവശ്യമാണ്. കർത്താവേ, എനിക്ക് ആവശ്യമാണ്. എൻ്റെ ബലഹീന വശത്തിന് മേൽ അങ്ങയുടെ ശക്തി വേണം. പുറത്താരോടും പറഞ്ഞിട്ടില്ലാത്ത, പുറത്തറിഞ്ഞാൽ വീണ്ടും തരുന്ന ബഹുമാനം തരാൻ സാധ്യതയില്ലാത്ത ഏറിയ ഇടമേൽ കർത്താവേ, എനിക്ക് ഉയരത്തിൽ നിന്ന് ശക്തി വേണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാചകമുണ്ട്. വാചകം ഇങ്ങനെ, ആ വചനം ഇങ്ങനെ, എല്ലാ അനുസരണക്കേടിനും ഞാൻ പ്രതികാരം ചെയ്യും. പിശാചേ, നീ എന്നെ ഒത്തിരി അനുസരണക്കേടിനകത്ത് തകർത്തെങ്കിൽ വേണ്ട ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിച്ചോണ്ട് വരുന്നു. ഉയരത്തിൽ നിന്ന് ശക്തി പകർന്ന് എല്ലാ അനുസരണക്കേടിനും. എനിക്കത് പ്രസംഗിക്കാൻ അറിയത്തില്ല, പക്ഷെ ആ വാക്യം എന്നെ വല്ലാതെ തൊടുന്നു. എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യും. എനിക്ക് സത്യത്തിൽ ആ വാക്യം എങ്ങനെ പ്രസംഗിക്കേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷേ എന്നെ വാക്യം വല്ലാതെ സ്പർശിക്കുന്നു. പിശാചേ, നീ എന്നെ തോൽപ്പിച്ച ഏറിയ കടമേൽ അതിന് ഞാൻ പ്രതികാരം ചെയ്യാൻ വരുന്നു. ഇതിനകത്ത് ചിലരോട് കർത്താവ് പറയുകയാണ്, അതിന് ഞാൻ പ്രതികാരം ചെയ്യും. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. എല്ലാ അനുസരണക്കേടിനും ഞാൻ പ്രതികാരം ചെയ്യും. എല്ലാ അനുസരണക്കേടിനും ഞാൻ പ്രതികാരം ചെയ്യും. പിശാചേ, നീ എന്നെ കൈ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചെങ്കിൽ, എൻ്റെ ചിന്ത കൊണ്ട് പാപം ചെയ്യിപ്പിച്ചെങ്കിൽ, എൻ്റെ കാലുകൊണ്ട് നീ പാപത്തിൽ വീഴ്ത്തിയെങ്കിൽ ഞാൻ അതിന് പ്രതികാരം ചെയ്യാൻ പോകുകയാണ്. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് പ്രതികാരം നടത്തും. കൂട്ട സ്നാനം നടത്തിക്കൊണ്ട് പ്രതികാരം നടത്തും. ഈ നാവിനെ നീ ദുഷ്ടതയ്ക്ക് ഉപയോഗിച്ചെങ്കിൽ ഈ നാവ് കൊണ്ട് ഭൂമിയിൽ ചിലതിനെ കെട്ടി, സ്വർഗത്തിൽ ചിലതിനെ എന്തോ ഭയങ്കരമായ ഇതിനകത്ത് സംഭവിക്കുന്നു. എന്തോ ഭയങ്കരമായ. തൊടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചെടുത്തു. കരമൊന്ന് അടിച്ചോണ്ട് വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ചു. യേശുവേ, എല്ലാ അനുസരണക്കേടിനും ഞാൻ പ്രതികാരം ചെയ്യും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എല്ലാ അനുസരണക്കേടും ഞാൻ പ്രതികാരം ചെയ്യും. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാ അനുസരണക്കേടും ഞാൻ അങ്ങനെ ദാഹിക്കുന്നവരുണ്ട്, കൊതിക്കുന്നവരുണ്ട്. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാ അനുസരണക്കേടിനും കഴിഞ്ഞ നാളുകളിൽ എന്നെ തോൽപ്പിച്ച ഏറിയയുടെ മേൽ നീ തോൽപ്പിച്ച എല്ലാ അനുസരണക്കേടിനും ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും. എന്റെ പ്രതികാരം വ്യക്തികളോടല്ല, ജഡരക്തങ്ങളോടല്ല. തൊടുന്നു, തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി വരുമ്പോ ഒന്നാമത് ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുന്നതാണ്. ഇന്ന് രാത്രിയിലും ചിലരുടെ മേൽ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബലഹീനത വെച്ച് ലാളിക്കുവാണോ, അല്ലെങ്കിൽ ആ ബലഹീനത വെച്ച് കർത്താവിനോട് കർത്താവ് ഇതിനകത്തൊരു ബലം വേണമെന്ന് യാചിക്കുവാണോ? ലാളിക്കുന്നവരോടല്ല എൻ്റെ ദൂത്, അതിനെ യാചിക്കുന്നവരോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അമിതമായ ബലം നിന്റെ മേൽ കർത്താവ് തരും. അമിതമായ ബലം നിന്റെ മേൽ കർത്താവ് തരും. അമിതമായ ബലം നിന്റെ മേൽ കർത്താവ് തരും. ഒരു സേനയെ കർത്താവ് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. ഒരു ആർമിയെ കർത്താവ് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുന്ന ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഈ മണ്ണിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് എന്നെ വിടാതെ, അത് കേട്ടത് മുതൽ അത് പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് എന്നെ നിരന്തരം തോൽപ്പിക്കുകയാണ്. എന്നെ കയറ്റിവിടാൻ സമ്മതിക്കത്തില്ല. നിരന്തരം തോൽപ്പിക്കുക. ആ ഏറിയയുടെ മേൽ ഇന്ന് രാത്രിയിലും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്യും. ഈ പ്രസംഗം ഞാൻ ആശീർവാദം പറയുന്നതിനകത്ത് ഈ പറയിപ്പിച്ച ആള് ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു. അവൻ എന്നോട് ചെവി പറയുന്നു, ഇത് തീരുന്നതിനകത്ത് ഇത് തെളിയിക്കാൻ ഞാൻ ഇറങ്ങി വരും. എന്നോട് കർത്താവ് അങ്ങനെ തന്നെ ആവർത്തിക്കാൻ പറയുന്നു, ഇത് തീരുന്നതിനകത്ത് ഞാൻ തെളിയിക്കാൻ ഇറങ്ങി വരും. ചിലരെ ഇന്ന് രാത്രി അവൻ തൊടും, ചിലതിനെ അവൻ ഈ രാത്രി തൊടും. Rekandala hartuere shatana rekanagatel yandala. Hallelujah, 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 hallelujah. ഞാൻ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവന്റെ വാഗ്ദത്തങ്ങളിൽ ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. കാരണം എന്നെ ഇവിടെ നിർത്തിയത് അവന്റെ ദൈവ ശബ്ദമാണ്, അവന്റെ ശബ്ദമാണ്. സാഹചര്യങ്ങൾ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഒന്നും അനുകൂലമായി വന്നില്ലെന്ന് മാത്രമല്ല, മൊത്തം പ്രതികൂലമാകുകയും ചെയ്തു. അതുവരെ കുഴപ്പമില്ലാത്തതുപോലുള്ള കുഴപ്പങ്ങൾ ആഞ്ഞടിക്കുക. അയ്യോ, ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊരു അടയാളമാണ്. ഈ കാണുന്ന പ്രതികൂലമാണ് അടയാളം. ഇത് നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇത് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ അടയാളം. ഇതിന് രാത്രി കർത്താവിനോട് പറയുന്നു, ചില കുടുംബങ്ങളുടെ മേൽ അത്ഭുതം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒത്തിരി അടയാളങ്ങൾ കിടപ്പുണ്ട്. അത് നടക്കാൻ സാധ്യതയുള്ള അടയാളമല്ല, ഒരിക്കലും നടക്കത്തില്ലെന്ന് വീട്ടുകാരും നാട്ടുകാരും സഭക്കാരും പറയാൻ സാധ്യതയുള്ള ഒത്തിരി അടയാളങ്ങൾ. ഹല്ലേലൂയ. ഒന്ന് ബലഹീനതയിൽ തികഞ്ഞു വരും, രണ്ട് സാക്ഷിയാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാക്ഷിയാകും. ഒന്ന് പറഞ്ഞ് സാക്ഷിയാകും. എന്നോട് ഈ വാക്ക് നിന്ന് പറയാനാ കർത്താവിൻ്റെ ആത്മാവ് ശരിക്കും അകത്തൊരു പ്രേരണ. സാക്ഷിയാകും. ഇതിനകത്ത് ചിലരെ സാക്ഷിയാക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇവാഞ്ചലിസത്തെ കുറിച്ച് ക്ലാസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അറിയാതെ പറഞ്ഞു പോകും. ചിലർ പറയുന്നത് ഇതങ്ങോട്ട് പ്രാപിച്ചെങ്കിലും, അഭിഷേകമൊക്കെ പ്രാപിച്ചെങ്കിലും അങ്ങോട്ടങ്ങ് മടിയാ ഒന്ന് പറയാൻ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, അയ്യോ പ്രാപിച്ചത് അഭിഷേകം തന്നെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രാപിച്ചത് ഒറിജിനലാണെങ്കിൽ അറിയാതെ പറഞ്ഞു പോകും.
അറിയാതെ വന്നു, ഒറിജിനലാ വന്നെങ്കിൽ ഇത് അറിയാതെ ഓട്ടോമാറ്റിക്കലി ഇത് വന്നു പോകും. കണ്ണിൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെ പോലും വിടാൻ തോന്നത്തില്ല. യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ സാക്ഷിയാകും, സാക്ഷിയാകും, സാക്ഷി. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഈ കണ്ടത് വന്ന് പറയാതിരിക്കുന്നതും സാക്ഷിയാകാതിരിക്കുന്നതും തെറ്റാണെന്ന്. ലേവ്യ പുസ്തകം 5:1 വാക്യത്തിലാണെന്ന് തോന്നുന്നു. വാക്യം പിന്നെടുത്താൽ മതി. ലേവ്യ 5 ഈ കണ്ടത് വന്ന് പറയാതിരിക്കുന്നത്, ഈ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പോയി ഏതെങ്കിലും ഒരു കാര്യം റോഡിൽ നടന്നത്, ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ട് ചെന്ന് ഞാൻ അങ്ങ് സാക്ഷി പറയാൻ പോവുകയാണ്, പിന്നെ ആ കേസ് എൻ്റെ മണ്ടയ്ക്കായി പോകും. കഴിവതും നമ്മൾ പറയാതെ മുങ്ങിക്കളയും. അത് ഈ സഭകളിൽ അതിൻ്റെ ഒരു ചെറിയ കാറ്റടിച്ചതുകൊണ്ടാണ് നമ്മളും ഇവിടെ കണ്ടതൊന്നും ചെന്ന് പറയത്തില്ല, നല്ല കാര്യം ഒന്നും ചെന്ന് പറയത്തില്ല, കണ്ട നെഗറ്റീവ് മൊത്തം ചെന്ന് പറയുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അല്ല, ഞാനിങ്ങനെ വിചാരിച്ചു ആ വാക്യത്തോട് കണക്ട് ചെയ്ത് എഫേസ്യർ 5:30 വാക്യം, അതിൻ്റെ 29 വാക്യത്തിൽ പറയുന്നത്, വ്യർത്ഥവാക്ക് നിമിത്തം ദൈവക്രോധം അവരുടെ മേൽ വരുമെന്ന്. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിച്ച് കേൾക്കണേ, ഒത്തിരി ഗുണം ചെയ്യുന്നേ. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊള്ളത്തില്ല പന്നല എന്ന് പറഞ്ഞുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെതിരെ നോട്ടീസ് എഴുതിയല്ല പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരെ ചോദ്യം ചെയ്താലും, ഈ യേശു ഒരു ഉപമ പറഞ്ഞു, വെതക്കാരൻ്റെ ഉപമ. മത്തായും മർക്കോസും ലൂക്കോസും റിപ്പോർട്ട് ചെയ്തത്, അതിനകത്ത് മത്തായും മാർക്കോസ് റിപ്പോർട്ട് ചെയ്യാത്തൊരു വാക്ക് ലൂക്കോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിതക്കാരൻ വിതച്ചു, അത് മുള്ളിനിടയിൽ വീണു, വഴിയരികിൽ വീണു. അത് ഓരോന്നോരോന്ന് വ്യാഖ്യാനിക്കുകയാണ് യേശു. അത് പക്ഷേ ലൂക്കോസ് അത് എഴുതിയപ്പം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അത് വ്യാഖ്യാനിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പറയുന്ന മുള്ളിനടിയിൽ വെച്ച് ഇത് ഞെരുങ്ങിപ്പോയെന്ന്. പക്ഷേ ലൂക്കോസ് എഴുതിയത് മുള്ളിനടിയിൽ വെച്ച് ഞെരുങ്ങിപ്പോയത് ഈ ലോകത്തിൻ്റെ ചിന്തയാലും, അടുത്ത വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ, സംസാര ഭോഗത്താലും. ഈ വന്ന വചനവേ പ്രയോജനപ്പെടാതെ പോയതിൻ്റെ കാര്യം ഈ ഒത്തിരി സംസാരിച്ചതാ കുഴപ്പം. ഈ മൊത്തത്തിൽ ഒരു ശാന്തതയുണ്ട്. സ്തോത്രം. ഈ യേശുവിനെ കുറിച്ച് പീലാത്തോസ് പറയുന്നത്, ഇവന് ഒരു വാക്ക് ഉത്തരം പറയാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. പല ചോദ്യങ്ങളും നിരന്തരം ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ഇതിനകത്ത് ചിലരോട് കർത്താവ് പറയാം, ഒന്ന് മിണ്ടാതിരിക്കാവോ? അയ്യോ, സ്തോത്രം സ്തോത്രം. എന്നോട് കർത്താവ് ഈ രാത്രി പറയുന്നത്, ഈ ഒത്തിരി അങ്ങ് കാര്യം പറഞ്ഞില്ലേലും കുറച്ച് പറഞ്ഞാൽ മതി, പക്ഷെ ദൈവാത്മാവിന് പ്രയോജനമുള്ള കാര്യമേ പറയാവൂ. ആമേൻ. ഹല്ലേലൂയ. നാളത്തെ സെഷനിൽ നമുക്ക് തീ പിടിച്ചു പോകാം. പക്ഷെ ഇപ്പം ബൈബിളിൽ പറയുന്നത്, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ കെടുത്തരുത്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, കെടുത്തരുത്. അതിനെ കെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വാഭാവിക ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാകുന്നത്, കെടുത്തരുതെന്ന് പറയുമ്പോൾ കത്തിക്കാൻ പറ്റുമെന്നില്ല ഇതിൻ്റെ അർത്ഥം. കെടുത്തരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കത്തിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ കത്തിക്കാൻ പറ്റിയ കൂട്ടുകാരെ കണ്ടുപിടിക്കുക. കെടുത്തുന്ന കൂട്ടുകാരുമുണ്ട്, കത്തിക്കുന്ന കൂട്ടുകാരുമുണ്ട്. ചിലരുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ അറിയാം ഇതവർ കത്തിക്കുന്നവരാണ്. ചിലരുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ അറിയാം അല്ല, ഇത് ഉള്ളതിനെ കെടുത്താൻ വന്നതാണ്. അങ്ങനെ എത്ര വലിയ അച്ചാച്ചൻ വന്നാലും, എത്ര വലിയ ആൻറ്റി വന്നാലും നിങ്ങളുടെ പേരെ കയറ്റരുത്. ആദ്യത്തെ പ്രവചനം ഞാൻ പറയുകയാണ്,
വീട്ടിനകത്ത് കയറ്റരുത്. ഏറ്റവും വലിയ ആളെ സമ്മതിച്ചു കൊടുക്കരുത്. അയ്യോ, ഇതിനെ കത്തിക്കുന്നവരുമായി മാത്രം കൂടുക. ബൈബിളിൽ വാക്യമുണ്ട്, മറിയയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, മറിയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പെട്ടെന്ന് ഇതേ അനുഭവത്തിലിരിക്കുന്ന എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലണം. എഫ്രീം മലനാട്ടിലുള്ള എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലണം. എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന് നീ ഒരു വന്ദനം പറയുമ്പോൾ അകത്ത് പിള്ള ചാടാൻ തുടങ്ങും. ഒരേ സ്പിരിറ്റിലുള്ളവർ തമ്മിൽ ഒറ്റ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി, അകത്തെ ജീവൻ, അകത്തെ ജീവൻ തുള്ളിച്ചാടാൻ തുടങ്ങും. ഒരേ ആത്മാവിലുള്ളവർ, ഒരേ ടൂണിലുള്ളവർ, ഒരേ ടൂണിങ്ങിലുള്ളവർ ഒറ്റ വന്ദന സ്വരം മതി. ആ വന്ദന സ്വരത്തിൽ 1000 പ്രസംഗം പ്രസംഗിക്കേണ്ട, ഒറ്റ വന്ദന സ്വരത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോ സാക്ഷിയാകും. ഒന്ന് പറഞ്ഞേ, സാക്ഷിയാകും. കണ്ട കാര്യം പറയണം. കർത്താവ് നിങ്ങളോട് ചെയ്തത്, ഈ പഴയ നിയമത്തിലാണ്, 17 നിയമത്തിൽ വാക്യമുണ്ട്, അന്നാളിൽ ഇസ്രായേലിനെ രാജ്യങ്ങൾക്കിടയിൽ ദൈവം ഒരു സാക്ഷിയാക്കി നിർത്തും. അർത്ഥം, ഈ രാജ്യത്തെ കാണുമ്പോൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ കാണുമ്പോൾ ലോകത്തിലുള്ള സകലർക്കും മനസ്സിലാകും എവരുടെ പിന്നിൽ, ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടെന്ന്. കാര്യം, ആ രാജ്യത്തെ കാണുമ്പോൾ ദൈവം ഉണ്ടെന്ന് ആരും പറയാതെ എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ നിന്റെ കുടുംബത്തെ കാണുമ്പോൾ, സഭയെ കാണുമ്പോ പുറം ലോകം പറയണം. എന്നോട് കർത്താവ് പറയും, ചില കുടുംബങ്ങളെ, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കിടയിൽ, ആയിരക്കണക്കിന് ഈ ദേശത്തെ ആളുകൾക്കിടയിൽ അവൻ സാക്ഷ്യമാക്കി നിർത്തും. അത് വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ കുടുംബത്തെ അവൻ സാക്ഷ്യമാക്കി നിർത്തും. എൻ്റെ ശുശ്രൂഷ അവൻ സാക്ഷ്യമാക്കി നിർത്തും. കരം അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ ശക്തിയോടെ കരം അടിച്ചോണ്ട് 1 മിനിറ്റ് ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്, അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ പൊട്ടത്തരം, കളിവാക്ക്, ചീത്തത്തരം ഇവയൊന്നും കാണരുത്. സ്തോത്രം അത്ര വേണ്ടിയത്. അടുത്ത ഭാഗത്ത്, അടുത്ത എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുകയാണ്, വീഞ്ഞു കുടിച്ചാൽ മത്തരാകും, അങ്ങനെയുള്ള ദുർനടപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്, ആത്മാവിൽ നിറഞ്ഞവരായി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഇങ്ങോട്ട് എഴുതി തമ്മിൽ സംസാരിച്ചും. ഈ 2 വാക്യം തമ്മിൽ കണക്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ആത്മാവിൽ നിറഞ്ഞവരായി തമ്മിൽ സംസാരിച്ച്. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മാവിൽ നിറഞ്ഞവരായി തമ്മിൽ സംസാരിച്ച്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെല്ലാം ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞാട്ട്, ദയവ് ചെയ്ത് എന്നോട് സംസാരിക്കുവാണ്, ആത്മാവിൽ നിറയാതെ എന്നോട് സംസാരിക്കരുത്. എന്നെ ഫോൺ ചെയ്യാൻ അപ്പോഴാണെങ്കിൽ ദയവ് ചെയ്ത് ആത്മാവിലൊന്നും നിറയാതെ എന്നെ ഫോൺ ചെയ്യരുത്. എന്നോട് സംസാരിക്കാൻ അപ്പോഴാണെങ്കിൽ ആത്മാവിലൊന്നും നിറയാതെ അവിടെ വീണ പാസ്റ്റർ, ഇവിടെ തോറ്റ പാസ്റ്റർ, ഈ കഥ പറയാൻ എൻ്റെ വീട്ടിലോട്ട് കയറി വരരുത്, എൻ്റെ ഫോണിൽ ഉപയോഗിച്ച് വെക്കരുത്. അയ്യോ, എങ്ങനെ ബന്ധങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി തമ്മിൽ സംസാരിക്കുക. ബേഥേലേജിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞ്, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ അയ്യോ മൊത്തം പ്രശ്നമാണ്, അവരോട് സംസാരിക്കേണ്ടത് ആത്മാവിൽ നിറഞ്ഞ് തമ്മിൽ സംസാരിക്കുക. സ്തേഫാനോസിനെ എറിഞ്ഞു എറിയുകയാണ്. നോക്കി നിൽക്കുന്നവരെല്ലാം പല്ല് കടിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, എല്ലാവരും പല്ല് കടിച്ചവരായി, കോപം നിറഞ്ഞവരായി പല്ല് കടിച്ചു. എൻ്റെ ബൈബിൾ പറയുന്നത് സ്തേഫാനോസ് തിരിച്ച് പല്ല് കടിച്ച് കാണിച്ചെന്നല്ല, ആത്മാവിൽ നിറഞ്ഞു. ഒറിജിനൽ ആണോന്ന് അറിയുന്നത് കുത്തി നോക്കുമ്പോഴാണ്. പാല് തിളപ്പിക്കുമ്പോഴാ വെളി വരുമ്പോൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലാകും. പാല് തിളപ്പിച്ചപ്പോൾ ചാണകമുള്ള വന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രതികരണത്തിൽ ആൾ ഒറിജിനൽ ആണോ എന്ന് അറിയുന്നത്.
ഒന്ന് ഇളക്കി നോക്കിയാൽ അറിയാം ഒറിജിനൽ ആണോ ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയുന്നു, ചിലരുടെ മേൽ ഭയങ്കര അടിവേരുകൾ മുറിച്ചോണ്ടുള്ള വിടുതലുകൾ. ഞാൻ ആളുകളെ യോഗം കഴിയുന്നതിനകത്ത് കാണിച്ചു തരാം. ഭയങ്കര ബ്രേക്ക് ത്രൂകൾ ചില കുടുംബങ്ങളുടെ മേൽ യേശു വെക്കുന്നു. സാക്ഷിയാകും, സാക്ഷി. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ആ നാളിൽ ഭൂമിയെയും ചന്ദ്രനെയും സാക്ഷി നിർത്തും. ചന്ദ്രനെ വിശ്വസ്ത സാക്ഷിയാക്കി നിർത്തുമെന്ന്. വിശ്വസ്ത സാക്ഷിയാക്കി. ഇതിനകത്ത് ചിലതിനെ വിശ്വസ്ത സാക്ഷിയാക്കി ദൈവം നിർത്തും. വിശ്വസ്ത സാക്ഷി, എനിക്ക് ആ വാക്യം ഇഷ്ടമാണ്. വിശ്വസ്ത സാക്ഷി. ഇതിനകത്ത് ചിലരെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാക്കും. സാക്ഷി പറയാനുള്ള ഒരു അഭിഷേകത്തെ കർത്താവ് തരും. സാക്ഷ്യം നിന്നെ നോക്കുമ്പോ തന്നെ സാക്ഷ്യം ആകുന്ന ക്രമത്തിന്. സാക്ഷ്യമാക്കി നിർത്തും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കി നിർത്തും. ഞാൻ ഒരു കാര്യത്തോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് നാളെ കൂടുതൽ സമയമെടുത്ത് ശുശ്രൂഷിക്കാം. ഒരു കാര്യത്തോടെ പറഞ്ഞു, ഈ സാക്ഷി നിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സാക്ഷി പറയുവാണെന്നിരിക്കട്ടെ, ഞാനൊരു സാക്ഷി പറയുക. എതിർഭാഗം സ്ട്രോങ് ആണെങ്കിൽ എൻ്റെ ഭാഗത്ത് എൻ്റെ ഈ കേസിൻ്റെ വലിപ്പം അനുസരിച്ച് സാക്ഷ്യത്തിൻ്റെ എന്താ പറയുക സ്ട്രോങ്നെസ്, ബലം കൂടണം. ഹല്ലേലൂയ. കേസിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. എന്നിട്ട് ഞാൻ നിന്നുകൊണ്ട് പറയുകയാണ്, ഒരു കേസിനകത്ത് ഞാൻ സാക്ഷി പറയുകയാണ്. സാക്ഷി പറയുമ്പോൾ സംഭവം വിജയിക്കുന്നതായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സിസ്റ്റം അനുസരിച്ച് ഒത്തിരി വേറെയും ഈ ആളുകളല്ലാത്ത സാക്ഷ്യങ്ങളുണ്ട്. ഈ ഫിംഗർ പ്രിന്റ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിലൊന്നാണ്. ശാസ്ത്രീയ തെളിവിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പം ഞാൻ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, ഇവൻ കൊലപാതകം ചെയ്തത് ഞാൻ കണ്ടതാണ്, അവൻ തിരിച്ചു തെളിയിക്കുകയാണ്. അന്നേരം ശാസ്ത്രീയ തെളിവ് വെച്ചിട്ട് വേണമെങ്കിൽ, ശാസ്ത്രീയ തെളിവ് കിട്ടിയാൽ ആ തെളിവ് വെച്ചിട്ട് ഞാൻ പറയുന്ന സാക്ഷ്യത്തോട് യോജിപ്പിച്ച് പ്രതിയെ ശിക്ഷയിലേക്ക് നടത്താം. ഞാൻ പറയുകയാണ്, ഇവൻ കൊലപാതകം ചെയ്തത് ഞാൻ കണ്ടതാണ്. അന്നേരം എതിർഭാഗം പറയുന്നു, അല്ല കണ്ടില്ല. അന്നേരം അദ്ദേഹം ഉപയോഗിച്ച കടാരയും അദ്ദേഹം ഉപയോഗിച്ച സാഹചര്യ തെളിവുകളും ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് വിരലടയാളമൊക്കെ വെച്ച് ശാസ്ത്രീയമായ തെളിവ് കൊണ്ട് നിരത്തിയാൽ പിന്നെ ആർക്കും അല്ല, ഞാൻ അതിന് പ്രതി അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിരപരാധിയാണ്, ഈ പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതിനെ വിളിക്കുന്നത് ജോയിൻ വിറ്റ്നസ് എന്നാണ് പറയുന്നത്. ജോയിൻ വിറ്റ്നസ്, കൂട്ടുസാക്ഷി. ഞാൻ പറയുകയാണ്, ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷി പറയുകയാണ്. ആ പറയുന്ന സാക്ഷ്യം സത്യമാണോ കള്ളമാണോ എന്നറിയാൻ ശാസ്ത്രീയ തെളിവ് വെച്ചിട്ട് ഈ ഭൂമിയിലെ സിസ്റ്റം അനുസരിച്ച് ഞാൻ പറഞ്ഞതിന് സ്ട്രോങ് ആക്കാം. ഇതുപോലെ സ്വർഗത്തിനും ജോയിൻ വിറ്റ്നസ്, കൂട്ടുസാക്ഷി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവ് ജീവിക്കുന്നു. എന്നോട് ഇവിടെ നിന്ന് ഒരാൾ പറയുന്നു, അല്ല അത് കള്ളത്തരമാണ്, ഒരിക്കലും നടക്കത്തില്ല, അത് സാധ്യതയില്ലാത്തതാണ്. അന്നേരം ഞാൻ പറഞ്ഞത് സത്യമാണെന്നറിയാൻ ഈ ജോയിൻ വിറ്റ്നസ് വരണം. എങ്ങനെ ജോയിൻ വിറ്റ്നസ് വരുന്നത്? ജോയിൻ വിറ്റ്നസ് കൂട്ടുസാക്ഷി വരണം. ഇപ്പോഴും ജീവനോടുണ്ടെന്ന് തെളിയിക്കാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഞാൻ പറഞ്ഞ സാക്ഷ്യം സത്യമാണെന്ന് തെളിയിക്കാൻ ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, അവൻ നിനക്ക് കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. നീ പോകുന്ന ഓഫീസിൽ, നീ ശുശ്രൂഷിക്കുന്ന സഭയിൽ, നീ നോക്കുന്ന ഏരിയയിൽ അവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. എബ്രായ ലേഖനം 2-ാം അധ്യായം, എബ്രായ ലേഖനം അതിന് പറ്റുന്നൊരു വാക്യം, 2-ാം അധ്യായം 3-ാമത്തെ വാക്യം.
എബ്രായ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടായിരുന്നോ? ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, വായിച്ചോ, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ. സാക്ഷി നിന്നത് ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത്. ഞാൻ കേറി നിന്ന് കർത്താവ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ അത് ഉണ്ടെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പൊടുക്കയുമില്ല. പക്ഷെ അവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വന്നാൽ പേരുകൾ വെളിപ്പെടുത്തി, രോഗങ്ങൾ സൗഖ്യമാക്കി, നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഏരിയകൾ പറഞ്ഞു തന്ന് കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. ഇതിനകത്ത് ഇരിക്കുന്ന ആരോടൊക്കെയോ ഇത് കർത്താവ് ഇടപെടുകയാണ്. അവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. ഇത് വിശ്വസിക്കുന്നവരുണ്ടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കൂട്ടുസാക്ഷിയായിട്ട് അവൻ ഇറങ്ങി വരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ശുശ്രൂഷകളിൽ അവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. നീ നിൽക്കുന്നത് വലിയ വേദിയല്ലായിരിക്കാം, അല്ലെ നീ നിൽക്കുന്നത് വലിയ വേദിയായിരിക്കാം, ഏത് വേദിയിലും അവൻ നിനക്ക് കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. അങ്ങനെ ചോദിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, ഞാനല്ല തെളിയിക്കുന്നത്. ഞങ്ങള് ഈ ഏപ്രിൽ മാസത്തെ എമേരു സംഘം വന്ന് ശുശ്രൂഷയാണ്. ഇവിടുത്തെ പല സഹോദരന്മാർ ആ ക്യാമ്പിനുണ്ടായിരുന്നു. ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ യോഗത്തിന് തീരുന്നതിനകത്ത് നമ്മൾ തമ്മിലൊന്ന് കാണുമെന്ന്. ഇവിടെ സഹോദരന്മാർ പലരും അതിനകത്ത് കേട്ടവരാണ്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം അനൗൺസ് ചെയ്തു, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു ഡിവൈൻ എൻകൗണ്ടർ ഈ മീറ്റിംഗ് തീരുന്നതിനകത്ത് കർത്താവ് ചെയ്യുമെന്ന് പറയും. മീറ്റിങ്ങുകൾ മുമ്പോട്ട് പോയി ഒരു രാത്രി ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ശുശ്രൂഷയുടെ ഒരു പകുതി ഭാഗം, അതിനകത്ത് അനുഭവസ്ഥരായ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു പകുതി ഭാഗമായപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന ജനത്തെ എൻ്റെ കണ്ണുകൊണ്ട് തുറന്നിട്ട് ഞാൻ കാണാൻ പറ്റത്തില്ല. ജനത്തെ കാണാനേ പറ്റത്തില്ല. ഒരാളെ പോലും എൻ്റെ കണ്ണിന് മനസ്സിലാകുന്നു. ഒരു മങ്ങലും മാത്രം. എൻ്റെ വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമല്ല, അവിടെ വന്നവർക്കെല്ലാം മനസ്സിലായ ഒരു എക്സ്പീരിയൻസ്. ആ സമയത്ത് ഏറ്റവും പുറകിലത്തെ വാതിൽ വഴി ഒരാള് നടന്ന് കയറി വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അത് പറയുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ കഴിയാത്തതുപോലെ അടുത്ത് വന്ന ആളെ എൻ്റെ ശരീരത്തെ കയറി അങ്ങ് പിടിച്ചു. സ്റ്റേജ് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് തെറിച്ച് ഞാൻ നിലത്ത് പോയി. അവിടെ ക്യാമ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്. പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് ആ മീറ്റിങ്ങിൽ. അതിനകത്ത് ഒരു ഡോക്ടർ ഓടി വന്നു. ഇങ്ങനെ ഞാൻ വീണപ്പോൾ ആത്മവിവശതയിൽ വീണതാണെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഓടി വന്നു. എല്ലാവരോടും എൻ്റെ മേത്ത് ചാടി കയറുകയും കയ്യെ കയറി പിടിക്കുകയും, കർത്താവദാസൻ റൈസൻ ഭാഷ ഒത്തിരി വലിയ നേരെ തന്നെ ഉണ്ട് അതിനകത്ത്. ആ വന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ കയ്യെ ഞാൻ പിടിച്ചു നോക്കിയായിരുന്നു. ആ ഒരു 10 മിനിറ്റേ ഉണ്ടായിട്ടുള്ളൂ. 10 മിനിറ്റ് നിങ്ങളുടെ പൾസ് അല്പം പോലും നിങ്ങളുടെ ശരീരത്തില്ലായിരുന്നു. എനിക്കറിയാം, എൻ്റെ ബോഡിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് തിരിച്ചറിയാം. ഞാനൊരു ഒരു 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 വലിയ ഹോള് വഴി പുറത്തേക്ക് ഇറങ്ങി വേറൊരു ലോകത്തേക്ക് എൻട്രി ചെയ്തതായിട്ട് എനിക്കറിയാം. എൻ്റെ ശരീരം കളഞ്ഞിട്ട് പോയതായിട്ടറിയാം. 2 ഇടപാട് എന്നെ അതിനകത്ത് ദൈവം കാണിച്ചു. ഇത് ലൈവിലുണ്ടോ? ലൈവിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അന്നേരം ആ 2 ഇടപാടും പറയാൻ പറ്റത്തില്ല. സഹോദരന്മാർ പലരുണ്ട്. എന്നെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ ശരീരത്തിൽ പൾസ് നഷ്ടപ്പെട്ടു, ശരീരമെല്ലാം തണുത്തു. ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അജി എന്ന് പറഞ്ഞൊരു പേര് കർത്താവിനെ എഴുതി കാണിച്ചു. ഈ 2ാം ഘട്ട ശുശ്രൂഷ തുടങ്ങുകയാണ്.
തുടങ്ങുന്ന കൂട്ടത്തിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ശാപം മുറിച്ചുകൊണ്ട് വേണം കയറി വരാൻ. ആ ഒരു പ്രത്യേക അനുഭവത്തിൽ എൻ്റെ ശരീരത്തെ എന്തോ എനിക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചലനം ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് മനസ്സിലാകുന്നത്. എനിക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചലനം കൊണ്ട് എൻ്റെ ശരീരം മൊത്തം വൈബ്രേറ്റ് ചെയ്യും, എന്തോ കയ്യിലൂടെ ഒഴുകുന്നത് പോലെ എനിക്ക് ഫീൽ ആകാറുണ്ട് പലപ്പോഴും. അന്നേരം അന്ന് ഇച്ചിരി വളരെ കൂടുതലായിട്ടുണ്ട്. എനിക്ക് ഈ അഭിഷേകത്തിൻ്റെ ഒഴുക്ക് നടന്ന ഞാൻ വളരെ സാർത്ഥനാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവരും കൂടുള്ളവരും ഇത് പ്രാപിക്കണമെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പിന്നെ അത് വിശ്വാസിക്കുന്ന ഒരു ഭയങ്കര ഒഴുക്ക് കയ്യക്കടന്ന് നടക്കുകയാണ്. എനിക്ക് പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റാത്തത്. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു, റൈസം പാസ്റ്റോട് ചോദിച്ചു, പെട്ടെന്ന് എൻ്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ടുവരണം, എനിക്ക് അവരുടെ മേ കൈവച്ചിട്ടേ ഞാൻ ബാക്കിയുള്ളവൻ്റെ മേ കൈവെക്കത്തുള്ളൂ. അവരെല്ലോട് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെക്കത്തില്ല, ഞാൻ വെക്കണേ ആദ്യം എൻ്റെ കൊച്ചിൻ്റെ തലയെ കൈവച്ചിട്ടേ ഞാൻ കൈവെക്കത്തുള്ളൂ. കാര്യം ഇത് വന്നത് ഒറിജിനലാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ആ രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഒരു പേര് വെളിപ്പെടുത്തി. ഇതിനകത്ത് സഹോദരന്മാരോ, ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ നിങ്ങൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയുന്ന കള്ളത്തരമാണ്. പേര് വെളിപ്പെടുത്തി, പേര് വിളിച്ചു. അജി എന്ന് പറഞ്ഞ പേര് കർത്താവ് കാണിക്കുന്നത് പറഞ്ഞു. അങ്ങനൊരു പേര് ഇതിനകത്ത് ആരുമില്ല. അതിനകത്ത് ഞങ്ങളോട് ഇച്ചിരി പിണക്കമുള്ളവരും ഇച്ചിരി ദേഷ്യമുള്ളവരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്കങ്ങ് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ ഇത് മൂത്ത ഉൾക്കാളിപ്പീരാണെന്ന് കേട്ടില്ലേ? അതിനകത്ത് ഒറ്റൊരുത്തം പോലും അജി എന്ന പേരില്ല. എനിക്കിതിനകത്ത് ഭയങ്കര ബോധ്യം. കർത്താവ് പറഞ്ഞാൽ എവിടെയും കയറി എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞില്ല, ഞാൻ പറയത്തുമില്ല, പമ്മിപ്പോവും. ഞാൻ പറയും അല്ല, അജി എന്ന് പറഞ്ഞ പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ രാത്രി മൊത്തം അവിടെ കിടന്ന് തപ്പി. അജി എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത്. അന്ന് രാത്രി 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. ഞങ്ങളുടെ സൗരന്മാർ അവരിരിക്കുന്ന ഇതിനകത്ത് 2 പേർ അതിനകത്തുണ്ട്. ഞങ്ങളിരുന്ന് രജിസ്റ്റർ തപ്പി. ഈ ആളുകൾ രജിസ്റ്റർ ചെയ്ത യോഗത്തിന് പങ്കെടുത്തേ രജിസ്റ്റർ തപ്പി. ഇപ്പോൾ അജി എന്ന് പറഞ്ഞ പേരിൽ ഒരാളുണ്ട്. അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറിയ ആളാണ്. യോഗത്തിന് രജിസ്റ്റർ ചെയ്ത് 2000 രൂപ തന്ന അകത്ത് കയറിയ ആളാണ്. ഞങ്ങൾ ആ രാത്രി 3 മണിക്ക് ഫോൺ ചെയ്യുകയാണ്. 3 മണിക്ക് ആ നമ്പർ എല്ലാം എഴുതിയെടുത്തിട്ടാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത്. ഞങ്ങൾ ആ നമ്പറിൽ ഫോൺ ചെയ്തപ്പോൾ ഒറ്റ റിങ്ങിന് തന്നെ അപ്പുറത്തെ സൈഡിൽ ഫോൺ എടുത്തു. ഞങ്ങൾ ചോദിച്ചു, നീ എവിടാ? അതിനും അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള മറുപടി, എന്നെ വിടാൻ പ്ലാൻ ഇല്ലയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടാ? എനിക്ക് മനസ്സിലായി ഇത് വളരെ ഒരു പ്രത്യേക, ഞാൻ വിളിച്ചതിനകത്ത് കർത്താവ് എന്നെ പ്രവചന ശുശ്രൂഷ ഏൽപ്പിച്ചതിനകത്ത് സ്ട്രോങ് എന്തോ പണിയിലോട്ട് കയറുകയാണ്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നതിന് നീ ഒന്നും എതിര് പറയരുത്. ഞാൻ പറയുന്നതിന് കീഴടങ്ങി എന്നോട് സംസാരിക്കണം. എവിടാ? നമ്മൾ എലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നീ ഇവിടെ രജിസ്റ്റർ ചെയ്ത ആളാണല്ലോ. ആന്ന് പാസ്റ്റർ. പക്ഷെ ഈ സംഭവം നടക്കുന്നത്, ഈ എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത് 8:30 സമയത്താണ്. ഇതൊക്കത്തോടെ 8:30 കറുത്ത രൂപത്തിൽ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ഏറിയ വിട്ടു പോക്കോ, നിന്നെ പിടിക്കാൻ ഇന്ന് ആളിനകത്ത് കയറും. ഞാൻ പറയുന്നതിനകത്ത് എന്തേലും കള്ളത്തരമുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ആ രാത്രി ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഒരു കാർ ഇവിടുന്ന് വരും, തിരിച്ചിവിടെ വരണം. ഞങ്ങളുടെ ചെലവിൽ അദ്ദേഹത്തെ തിരിച്ചിറക്കി. ഒരു മുഴുഭ്രാന്തൻ, നാട്ടുകാർക്കെല്ലാം ശല്യം ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യൻ. ഈ ദൈവത്തിൻ്റെ ഇടപാട് നടക്കുമ്പോൾ ഓടിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം അടൂരിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡ് വരെ ഏകദേശം അനിൽ ബ്രദർ എത്ര, ഒരു 3-4 കിലോമീറ്റർ ഇല്ലയോ? 4 കിലോമീറ്റർ ഓടി രക്ഷപ്പെട്ടു. ഈ പിയായിനറിയാം ദൈവത്തിൻ്റെ ഇടപാട് നടക്കുന്ന സമയവും. ആ സമയത്ത് ചിലരെ ഉറക്കും, ചിലരെ ഓടിക്കും, പല രീതിയിലെ ഇടപാട്. ആ ലാസ്റ്റ് സെഷന് സാമജം പാസ്റ്ററൊക്കെ അതിനകത്ത് ശുശ്രൂഷിക്കുന്ന ആ ലാസ്റ്റ് സെഷന് ഇദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. വീട്ടുപേര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ പെങ്ങള് ഹാർട്ടിൻ്റെ വാൾവ് ചുരുങ്ങി അസുഖത്തിൽ മരിക്കാറായി വലിയ അസ്വസ്ഥതയിൽ കിടക്കുകയാണ്. അന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അവരുടെ ആ ശാപത്തിൻ്റെ കെട്ട് മുറിച്ചു കളഞ്ഞു. അമൃത ഹോസ്പിറ്റലിൽ അടുത്ത ദിവസത്തെ ചെക്കപ്പിൽ വാൽവിന് കംപ്ലൈന്റ് ഇല്ലെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു. 15 വർഷമായിട്ട് കംപ്ലൈന്റ് ഉണ്ടെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടും ഒറ്റ ദിവസം കൊണ്ട് മാറിയെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടും. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു, അങ്ങനത്തെ എന്തോ ഒരു ഇടപാട് നാളെ 5 മണിക്കകത്ത് ഇവിടെ നടക്കും.
ഹെവൻലി എന്തോ അതെനിക്കറിയത്തില്ല ഇതെങ്ങനെ. ഇന്ന് രാത്രി ആ കണ്ണുകൾ അടച്ച് കർത്താവിനോട് പറഞ്ഞാട്ട് സാക്ഷിയാകണം. ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയല്ല, പറയിപ്പിച്ചാളാ തെളിയിക്കേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാളാ തെളിയിക്കേണ്ടത്. ഒരിക്കൽ പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ യാഗപീഠം പണിതിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടത്, വെള്ളം കോരി മൊത്തത്തിൽ ഒഴിച്ച് തീ കത്താൻ ഒരു സാധ്യത ഇല്ലാതാക്കി വെച്ചിട്ട്, കർത്താവേ ഞാൻ നിന്റെ ആണെന്നും നീ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തെന്നും അറിയിക്കാൻ ഇപ്പൊ തീ പകരണം. കൂട്ടുസാക്ഷി അവൻ എൻ്റേതാണെന്ന് അറിയിക്കാൻ സ്പോട്ടിൽ തീ ഇറക്കിയതുപോലെ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി എൻ്റേതാണെന്ന് തെളിയിക്കാൻ, നിന്റെ കുടുംബം എൻ്റേതാണെന്ന് തെളിയിക്കാൻ, എൻ്റെ കർത്താവിൻ്റെ ആണെന്ന് തെളിയിക്കാൻ, നിന്റെ ശുശ്രൂഷ കർത്താവിൻ്റെ ആണെന്ന് തെളിയിക്കാൻ. തൊടുന്നു. ആ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഇതിനകത്ത് ചിലരെ അസാധാരണ നിലയിൽ ആ ദൈവിക സ്പർശനം ചില കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. കണ്ണുകൾ അടച്ച് അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ അന്യഭാഷകളിൽ തന്നെ ഒരു മിനിറ്റ് ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. കണ്ണുകൾ അടച്ചു അന്യഭാഷകളിൽ വായ്കൾ തുറന്ന് ശബ്ദമുയർത്തി ഹരിതമന കടാരകനഹസ്തരി അന്തലജാന രകനരകനഹസ്തരി ശബനരകനഹസ്തരി അന്തലജാനമനേ ഹസ്തരേ ശബനരകനഹസ്തരി അന്തല രൂപരഹസ്തരി അന്തലജാനമനേ ഹസ്തരേ. തൊടുന്നു. ചിലരെ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിന്റെ സ്പർശനം ഈ രാത്രി ഉണ്ടാകുന്നു. ചിലരുടെ മേൽ അമിതമായ ബലം കർത്താവ് പകരുന്നു. ഈ രാത്രി അമിതമായ ബലം കർത്താവ് പകരുന്നു. ചിലരെ ശക്തിയാക്കി നൽകി സാക്ഷിയാക്കാൻ പോകുന്നു. ചിലതിനെ അവൻ സാക്ഷിയാക്കാൻ പോകുന്നു. അക്കാരമാടിച്ചോണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്തോ. അക്കാരമാടിച്ചോണ്ട് വായ്കൾ തുറന്ന് അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തോ. നിന്റെ തലമുറയെ അവൻ സാക്ഷിയാക്കും. നിന്റെ കുടുംബത്തെ അവൻ സാക്ഷിയാക്കും. നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെ അവൻ സാക്ഷിയാക്കും. അവൻ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവുകൾ അവനിടും. സമ്പത്തിനകത്തെ കുരുക്കുകൾ അഴിച്ചോണ്ട് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവുകൾ ഇടും. നിന്റെ ശുശ്രൂഷയിൽ ആർക്കും കിട്ടാത്ത നിയമങ്ങൾ എതിരാകുന്നിടത്ത് അവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവുകൾ അവൻ ഇടാൻ പോകുന്നു. ഇതാ സഫലമായ വിശാലമായ ഒരു വാതിൽ ദൈവം തുറക്കുന്നു. ഇതിനകത്ത് ചിലർക്ക് വേണ്ടി സഫലമായതും വിശാലമായതുമായ വാതിലുകൾ കർത്താവ് തുറന്നു നൽകുന്നു. എതിരാളികൾ പലരുണ്ട്, പക്ഷെ ദൈവം അസാധാരണമായ ഒരു വാതിൽ തുറക്കുന്നു. ചിലർക്ക് വേണ്ടി അവൻ തുറക്കുന്നു. അടിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു. അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്തു. വലുതും വിശാലവുമായ സഫലമായ വാതിൽ തുറക്കുന്നു. വലിയ കുരുക്കുകൾ തന്നെ അടിയുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. പിശാച് തിന്മയ്ക്ക് ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് തിന്മയ്ക്ക് ചെയ്തത് ദൈവം നന്മയ്ക്കാക്കുന്നു. അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ സ്തോത്രം ചെയ്തു. വായകൾ തുറന്ന് ശബ്ദമുയർത്തി വെള്ളം മേഘപാളി ഇതിനകത്ത് ഇറങ്ങുന്നു. ഇതുവരെയും ഞാൻ അനുഭവിക്കാത്ത ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതുപോലെ, ഇതുവരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടില്ലാത്തതുപോലുള്ള ചില കാഴ്ചകൾ കർത്താവിനെ കാണിക്കുന്നു. അസാധാരണമായത്, എക്സ്ട്രാ ഓർഡിനറി ഈ മണ്ണിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ
വീര്യപ്രവർത്തികളാലും വിവിധ വീര്യപ്രവർത്തികളാലും വിവിധ വീര്യപ്രവർത്തികളാലും വിവിധ വീര്യപ്രവർത്തികളാലും സ്വീകരിച്ചോ സ്വീകരിച്ചോ ദൈവകൃപയെ സ്വീകരിച്ചോ. ഹന്തല ശങ്കന ഹർത്ത മനാത്ത വേദന ഹതാരകന ഹർത്തന ശതന ലമാർത്തോടെ ഹന്തല ജാനെ കരം അടിച്ചോണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്തു. വായുകൾ തുറന്ന് അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്ത് ലമത്തോരെ ഹന്തല ജാന രഗന രഗന ദുനിയ രഗന ധനയ ഹന്തല ജാന മലേ ദലരം ശമനേ ദലരം ശമന ദലരം ഗണവത്തരെ ഹന്തല ജാന മലേത്. അവന്റെ ശക്തിയുടെ വലിപ്പം അവന്റെ ശക്തിയുടെ വലിപ്പം നിന്നെ വെച്ചവൻ തെളിയിക്കാൻ പോകുന്നു. ഈ പട്ടണത്തിൽ അവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവുകൾ അവൻ ചെയ്യാൻ പോകുന്നു. ഓ കർത്താവിന്റെ സ്തോത്രം. അവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവുകൾ ഉണ്ടാകുന്നു. നിന്റെ തലമുറയുടെ കൂടെ അവൻ ഉണ്ടെന്നുള്ള തെളിവുകൾ ആ ക്യാമ്പസിൽ ഉണ്ടാകുന്നു, ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നു. നിന്റെ തലമുറയുടെ ഒപ്പം ദൈവം ഉണ്ടെന്നുള്ള തെളിവുകൾ. ഇപ്പോൾ എന്നോട് കഥ പറയുന്നു, ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനിൽ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു. സാജിദ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യുന്നു. നിങ്ങൾ ഈ ഓൺലൈനിൽ ഇപ്പോൾ കാണുന്നെങ്കിൽ തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പറ്റുന്നെങ്കിൽ പ്രതികരിച്ചാട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തിരിഞ്ഞു നോക്കിയിരിക്കുന്നിടത്തുനിന്ന് നേരെ നോക്ക്, നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യുന്നു. അത്ഭുതത്തെ ചെയ്യുന്നു. സാജിദ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇറങ്ങുന്നു. അടുത്തൊരു ഫോൺ കോള് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നാളെ 5 മണിക്കകത്ത് നിന്റെ കുടുംബത്തിനകത്തൊരു ഫോൺ കോള് അത്ഭുതത്തിന്റെ ഉണ്ടാകാൻ പോകുകയാണ്. നിന്റെ പെൺ തലമുറയ്ക്ക് വേണ്ടി ഒരു അസാധാരണ വഴി ദൈവം തുറക്കുന്നു. ഈ ലൈനിൽ ഓൺലൈനിൽ അങ്ങനത്തെ ആളുണ്ട്, ഒന്ന് പ്രതികരിച്ച് എവിടെ ചോദിച്ചാൽ ഇത് അറിയാൻ പറ്റും. ഉണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സജിദ കർത്താവ് ഇന്ന് രാത്രി ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പോൾ 2 കൈയും ഈ സ്ക്രീനിന് നേരെ നീട്ടിക്കോ. കർത്താവിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി ഇറങ്ങുന്നു. അലർജി രോഗത്തെ ആ കുടുംബത്തിനകത്തുനിന്ന് കർത്താവ് തുടച്ചു നീക്കുന്നു. അലർജി, സ്കിൻ ഡിസീസ്, കർത്താവിന്റെ അത്ഭുതം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്തു. അവന്റെ ശക്തി കർത്താവ് തൊടുന്നു. അവന്റെ സാന്നിധ്യത്തെ എന്തോ മേജറായി ഇതിനകത്ത് സംഭവിക്കുന്നു. കണ്ണുകളടച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തോട്ട് എന്നോട് കർത്താവ് പറയുന്നു, വലിയ കടഭാരത്തിനകത്ത് കുരുങ്ങിയ ചിലതിനെ ഈ രാത്രി കർത്താവ് കുരുക്കഴിച്ചു പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞത് സാധാരണയല്ല, അസാധാരണ കടഭാരത്തിനകത്ത് കുരുങ്ങിയ ചിലതിനെ ഈ രാത്രി ശീല പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി അവന്റെ അത്ഭുതത്തെ അവൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചോ. കണ്ണുകൾ അടച്ച് തൊടുന്നു. അവന്റെ ശക്തിയാൽ അവൻ തൊടുന്നു. ചിലതിനെ കർത്താവ് തൊടുന്നു. ഇത് ചുമ്മാ പറയുന്നതല്ല, പാഴ്വാക്കല്ല ഇവിടെ പറയുന്നത്. കർത്താവിന്റെ ആത്മാവ് ശരിക്കും ഇതിനകത്ത് ചിലതിനെ സ്പർശിക്കുകയാണ്. തുണികളുടെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് തകർന്നൊരു കുടുംബത്തെ ദൈവം ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പട്ടണത്തിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ച് ആ വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നല്ല ആ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, താങ്ക് യു ജീസസ്.
Dabana regan nagandala shandala lamarturi handala jana reganagasteratan prabane handala jana reganagasteri hasturi ഹരിതമന കട രഗനകസ്തരി അന്തല ജാന രഗന അന്യഭാഷകളെ ഒന്ന് പ്രാർത്ഥിച്ചേ ശാർത്ത മാന രഗന ശതന സ്പർശിക്കുന്നു. അവൻ ജലദിനെ സ്പർശിക്കുന്നല്ലോ. അവൻ്റെ അഭിഷേകത്താൽ ജലദിനെ സ്പർശിക്കുന്നു. അവൻ്റെ അഭിഷേകത്താൽ ജലദിനെ അവൻ സ്പർശിക്കുന്നു. ഈ രാത്രി അവൻ സ്പർശിക്കുന്നു. ഹന്തല ജാന രഗനകസ്തരേ റോക്കോനെ ഹന്തല ജാന ചിച്ചി ലമർത്തോരേ ശവന രഗനകസ്തരി അന്തലയാതന അന്തല. Oh, thank you Jesus, thank you Jesus. കർത്താവേ എന്ന് വിളിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്ന് വിളിച്ചോ. അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ട്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ട് അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചോ. Oh, thank you Jesus, thank you Jesus. Harti andala shadana hastala prabana hartimana handala jan prabane handala jana reganagasteri andala jane shabana reganagasteradane hastare. എല്ലാവരും അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്താൽ പൂർണ്ണഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിപ്പാൻ വരുന്നു നാഥ. നിൻ സന്നിധിയിൽ പൂർണ്ണഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിപ്പാൻ. യേശു വലിയവർ അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. ഈ ബ്രദറിന്റെ വൈഫ് ഇതിനകത്തുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക. ഈ ബ്രദറിന്റെ വൈഫ് ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി എന്നോട് ഇടപെട്ടത് ഞാൻ പറഞ്ഞോട്ടെ. എനിക്കിവിടെ പറയുന്നത് കുഴപ്പമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് ഈ രാത്രി ഇടപെട്ടത് 5ഓളം ചെക്കുകൾ ഒരുമിച്ച് വെച്ച് കെട്ടി കുരുക്കിയിട്ടിരിക്കുന്ന ഒരു കുരുക്കിനെ കർത്താവ് കീറി പുറത്തെടുക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ 5 ചെക്കുകൾ കൊടുത്തത് 50 ലക്ഷം രൂപയുടെ കടഭാരത്തിനകത്താണ് ഇവിടെ വന്ന് കയറിയതെന്ന്. കർത്താവിന് തെറ്റത്തില്ല. ഇന്ന് രാത്രി അതിനെ കീറുവാണെന്ന് കർത്താവിനോട് പറയും. ഒരു വഴി കർത്താവ് തുറക്കുവാണെന്ന് കർത്താവിനോട് പറയും. അത്ഭുതങ്ങൾ സംഭവിക്കും. അടുത്ത 4 മാസത്തിനകത്ത് 2 അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവിനെ കാണിക്കുന്ന തോമസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യും. അത് ഇങ്ങോട്ട് വന്ന് കയറും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ലക്ഷങ്ങളുടെ കടം എന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ കടമല്ല, ലക്ഷങ്ങളുടെ കടം. അങ്ങനത്തെ കടഭാരത്തിനകത്തുള്ളവരൊന്ന് കൈയുയർത്താമോ? ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ ചെറിയ 4, 3 അങ്ങനത്തെ അല്ല, എടുക്കാൻ പറ്റാത്ത, വീട്ടാൻ പറ്റാത്ത പോലെ. കൈയുയർത്തിക്കോ. കർത്താവെ, അങ്ങ് പറഞ്ഞ ഈ നിമിഷത്തിൽ ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഇപ്പോൾ തന്നെ
ചിലർക്ക് വേണ്ടിയുള്ള അത്ഭുതത്തെ കർത്താവ് ചെയ്യണമേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ നിമിഷത്തിൽ കർത്താവിൻ്റെ അത്ഭുതം എവർക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അതൊരു ഇംഗ്ലീഷ് രാജ്യത്തിൻ്റെ വഴിയായിരിക്കും. ഒത്തിരി പേര് എഴുതി തോക്കുന്നത് ദൈവം നിന്നെ കൊണ്ട് എഴുതി ജയിപ്പിച്ച് പല പ്രാവശ്യം നോക്കി 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 പരാജയപ്പെട്ടത് ഇന്ന് രാത്രി കർത്താവിനോട് പറയാൻ പറയുന്നു. ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പശു ഫാം പശു ഫാം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇത് പുറത്തെടുക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഇവര് UK പോയി പഠിച്ചിട്ട് വന്നതാണ്, ജോലി കിട്ടാതെ വന്നതാണ്. പഠിച്ച സ്ഥലത്ത് പശു ഫാം പാലുൽപ്പന്നങ്ങളുടെ സ്ഥലത്താണ് പഠിച്ചതെന്നാണ് ഇവർ പറയുന്നത്. കർത്താവ് തെറ്റിപ്പറയുന്ന ആളല്ല. കർത്താവിനോട് പറയുന്നു, ഒട്ടനെ ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുകയാണ് യേശുവിൻ നാമത്തിൽ. വിനോദ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അത്ഭുതം നടന്ന് കഴിഞ്ഞെന്ന്. നാളെ ഞാനൊരു പ്രൊഫറ്റിക്കൽ ഒരു സംഭവം എല്ലാവരും കൂട്ടത്തില്ല, കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് ചെയ്യാൻ കർത്താവിനോട് ഇപ്പോൾ ഒരു നിയോഗം. ഈ യെരുശലേം ദേവാലയം നിലത്ത് വീണതാ നാട്ടുകാർ മൊത്തം കണ്ടത്. യെരുശലേം ദേവാലയം നിലത്ത് വീണതാ കണ്ടത്. കണ്ടവരെല്ലാം പറഞ്ഞു, അയ്യോ ഇത് നിലത്ത് വീണല്ലോ, ഇത്രയും വലുതായിരുന്നല്ലോ, എല്ലാം പൊളിഞ്ഞു പോയല്ലോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞല്ലോ. പക്ഷെ അതിന് ചില വർഷത്തിന് മുമ്പ് ഇതിൻ്റെ സ്പിരിച്വലി ഇടിഞ്ഞതാരും കണ്ടില്ല. സ്പിരിച്വലി ഇടിഞ്ഞത് കൊണ്ടാണ് ഭൗതികത്തിൽ ഇത് ഇടിഞ്ഞു കണ്ടത്. സ്പിരിച്വലി പണിയുന്നത് ഭൗതികത്തിൽ പണിയും. ആത്മമണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ ഭൗതിക മണ്ഡലത്തിൽ വ്യത്യാസങ്ങളായി തുടരും. ഒന്നുകൂടെ പറയാം, ആത്മമണ്ഡലത്തിൽ തുറക്കുന്നത് ഭൗതിക മണ്ഡലത്തിൽ തുറന്ന് ചിലരുടെ കൈ കിട്ടും. ഇന്ന് രാത്രി ആത്മമേഖലയിൽ അത് തുറന്നു വിടുന്നു. ഇവന്റെ സമ്പത്തിനെ കുരുക്കിയ പേരെന്തുവാ? പേരെന്തുവാ? വിനോദ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി തുറക്കുകയാണ്. കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു ഭയങ്കര നന്മയ്ക്കാകാൻ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. ആ കണ്ണുകൾ അടച്ച് യേശുവെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വിസ പ്രോസസിംഗുമായി ബന്ധപ്പെട്ട കുരുക്കുകളെ കർത്താവ് ഇതിനകത്ത് ചിലർക്ക് വേണ്ടി അഴിച്ചു മാറ്റുന്നു. ആ കരമടിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. കരമടിച്ച് വായുകൾ തുറന്ന് ശബ്ദം ഉയർത്തി വ്യാപരിക്കട്ടെ അവന്റെ ശക്തിയുടെ വ്യാപാരം. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. അടുത്ത ഏതാനും ചില ദിവസങ്ങൾക്കകത്ത് ഈ വിരള എണ്ണി തീരാവുന്ന, കൈ നിർത്തി, വിരള എണ്ണി തീർക്കാവുന്ന ചില ദിവസങ്ങൾക്കകത്ത് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഇറങ്ങി വരും. അത് ജെ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഒരു ഡോർ ഓപ്പൺ ആക്കും. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും.
ഈ 8-9 ഈ വയസ്സുകളിൽ അത്രയും പ്രായമാകുമ്പോൾ മുതൽ സംസാരത്തിൽ വ്യത്യാസങ്ങൾ വരും. നെയ്തൻ ഈ അസ്ഥിക്ക് വരെ തീ പിടിച്ച് പ്രവചിക്കും. ദൈവൻ അങ്ങോട്ട് അങ്ങനെ ഇടപെടുന്നു. രാത്രി ആ വലിയ പകർച്ച മനുഷ്യന്റെ മേൽ വീഴട്ടെ. രാത്രി അത് വീഴട്ടെ. ദിവസങ്ങൾക്കകത്ത് നടക്കുന്ന ഒരു അത്ഭുതത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. 10, 11 ചില ദിവസങ്ങൾക്കകത്ത് നടക്കുന്ന ഒരു വിടുതലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോവുകയാണ്. ഒരു വലിയ ഭാരത്തെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. നീ സ്വീകരിച്ചോ അതിനെ. അവന്റെ ശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ. വായകൾ തുറന്ന് കർത്താവിനെ ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്തു. അവന്റെ ശക്തിയുടെ വ്യാപാരം. കൂട്ടുസാക്ഷിയായിട്ട് അവൻ ഇറങ്ങി വരും. കൂട്ടുസാക്ഷിയായിട്ട് അവൻ ഇറങ്ങി വരും. ഇതിനകത്ത് ചിലർക്കവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. ചിലർക്കവൻ കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. കൂട്ടുസാക്ഷിയായിട്ട് ഇറങ്ങി വരും. കൂട്ടുസാക്ഷിയായിട്ട് അവൻ ഇറങ്ങി വരും. വായകൾ തുറന്ന് കരമൊന്ന് അടിച്ചോണ്ട് ഒരു വലിയ പകർച്ച ഇന്ന് രാത്രി ചിലരുടെ മേലയക്കുന്നു. കരം അടിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. മോന്റെ പേരാ നെയ്തൻ. പരിശുദ്ധാത്മാവിനോട് പറയുന്നേ, അസാധാരണ രീതിയിൽ ഈ ലൈവ് 1 മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാമെങ്കിൽ ഒരു കാര്യം പറയാം. ലൈവ് സൗണ്ട് കട്ട് ചെയ്താൽ
അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച് അവൻ ചിലതിനെ തൊടുന്നു. അവന്റെ ശക്തിയാൽ ചിലതിനെ അവൻ തൊടുന്നു. ശബന